ഭാരതീയ ജ്യോതിഷ പ്രകാരം നക്ഷത്രമണ്ഡലത്തിലെ 21ാമത്തെ നക്ഷത്രമാണ് ഉത്രാടം. ഇതിന്റെ അധിപൻ നവഗ്രഹങ്ങളിലെ രാജാവായ സൂര്യനാണ്. സൂര്യന്റെ തേജസ്സും ആത്മവിശ്വാസവും അന്തസ്സും ഉത്രാടം നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ എന്നും നിഴലിച്ചു നിൽക്കാറുണ്ട്. 2026 ഏപ്രിൽ മാസം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളതാണ്. ഈ മാസത്തിലാണ് സൂര്യൻ തന്റെ പരമാവധി ഉച്ചാവസ്ഥയിലേക്ക് എത്തുന്നത്. നക്ഷത്രാധിപൻ ബലവാനായിരിക്കുന്ന ഒരു കാലഘട്ടം ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നൽകുന്ന ഊർജം സമാനതകളില്ലാത്തതാണ്. 2026 തുടക്കത്തിൽ അനുഭവിച്ചിരുന്ന പല അനിശ്ചിതത്വങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് വ്യക്തമായ ഒരു ലക്ഷ്യബോധം കൈവരിക്കാൻ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസം സാധിക്കും. ഉത്രാടം നക്ഷത്രം ധനുരാശിയിലും മകരം രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്നതിനാൽ വ്യാഴത്തിന്റെയും ശനിയുടെയും സ്വാധീനം ഈ നക്ഷത്രക്കാരിൽ സമ്മിശ്രമായി കാണാറുണ്ട്. എന്നാൽ ഏപ്രിൽ മാസത്തിൽ പ്രകൃതിയിലും പ്രപഞ്ചത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവരുടെ ആന്തരികമായ കരുത്തിനെ ഉണർത്തുന്നവയാണ്. വേനലിന്റെ കാഠിന്യമുണ്ടെങ്കിലും മനസ്സിനെ തണുപ്പിക്കുന്ന പ്രത്യാശയുടെ നാമ്പുകൾ ഈ മാസത്തിൽ വിരിയും. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിഷു എന്നത് ഒരു പുതിയ സംവത്സരത്തിന്റെ തുടക്കമാണ്. കണി കാണുന്നതിലൂടെ ഐശ്വര്യം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൽ പുതിയൊരു കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ സമയം സാധിക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന മാനസിക സംഘർഷങ്ങൾക്കും സാമ്പത്തിക തടസ്സങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം തേടാനുള്ള ശ്രമങ്ങൾ ഈ മാസം വിജയം കാണും. ഈ മാസത്തിന്റെ ഊർജം പ്രധാനമായും നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിനാണ് ഊന്നൽ നൽകുന്നത്. മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും ഒരേപോലെ തങ്ങളുടെ പ്രഭാവം തെളിയിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഒത്തുവരും. ഉത്രാടം നക്ഷത്രത്തിന്റെ ചിഹ്നം ആനക്കൊമ്പാണ്. അത് വിജയത്തെയും തടസ്സങ്ങളെ തകർക്കാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. ആനക്കൊമ്പ് പോലെ തന്നെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും അവ നടപ്പിലാക്കാനും ഈ മാസം നിങ്ങൾ പ്രയത്നിക്കും. സാമൂഹികമായ ഇടപെടലുകളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ ഈ ഏപ്രിൽ മാസം നിങ്ങളെ പ്രേരിപ്പിക്കും. ഒരു വശത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമ്പോൾ മറുവശത്ത് അവ നിറവേറ്റാനുള്ള മാനസികവും ശാരീരികവുമായ കരുത്ത് നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ഇണക്കവും സ്നേഹവും പ്രകടിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകും. മുതിർന്നവരുടെ അനുഗ്രഹവും പിന്തുണയും ഈ കാലയളവിൽ നിങ്ങളുടെ വലിയ സമ്പാദ്യമായിരിക്കും. ചുരുക്കത്തിൽ 2026 ഏപ്രിൽ മാസം ഉത്രാടം നക്ഷത്രക്കാർക്ക് വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള സുവർണ കാലഘട്ടമാണ്. നിഴലുകളിൽ നിന്ന് വെളിച്ചത്തിലേക്കും ആലസ്യത്തിൽ നിന്ന് കർമ്മനിരതിയിലേക്കും നിങ്ങൾ ചുവടുവെക്കുന്ന മാസമാണിത്. ഈ മാസത്തെ ഓരോ ദിവസവും കൃത്യമായ പ്ലാനിങ്ങോട് മുന്നോട്ട് കൊണ്ടുപോയാൽ വരാനിരിക്കുന്ന വർഷം മുഴുവൻ അതിന്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ആത്മവിശ്വാസത്തോടെയും ഈശ്വര വിശ്വാസത്തോടെയും പുതിയൊരു പ്രഭാതത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുക. വരാനിരിക്കുന്ന ഭാഗ്യനിമിഷങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ സജ്ജമാക്കുന്ന ഒരു പരിവർത്തന കാലമാണിത്. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും ഈ മാസം അനുകൂലമാണ്. സൂര്യന്റെ ഉച്ചസ്ഥിതി ഔദ്യോഗിക രംഗത്ത് അംഗീകാരങ്ങൾ നേടിത്തരും. പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിവരും. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മികച്ച സഹകരണം പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങും. ഏപ്രിൽ പകുതിയോടെ വിസ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. ബിസിനസ്സുകാർക്ക് ഈ മാസം സാമ്പത്തിക നേട്ടം വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വിഷുവിന് ശേഷം നല്ല സമയമാണ്. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നവർ സുതാര്യത ഉറപ്പുവരുത്തണം. വിപണിയിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കോ സേവനങ്ങൾക്കോ കൂടുതൽ മൂല്യം ലഭിക്കും. എഴുത്തുകാർ, കലാകാരന്മാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് ഈ മാസം മികച്ച പ്രകടനം കാഴ്ചവെക്കാനും പൊതുജന ശ്രദ്ധ നേടാനും സാധിക്കും. നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾക്ക് അർഹമായ പ്രതിഫലം ലഭിക്കും. സാമ്പത്തികമായി സമ്മിശ്രമായ ഫലങ്ങളാണ് ഏപ്രിൽ മാസം നൽകുന്നത്. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. മുൻപ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനും അതുവഴി സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും ഇടയുണ്ട്. വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വീട്, അറ്റകുറ്റപ്പണികൾ, വാഹന സംബന്ധമായ ചെലവുകൾ, ആഡംബര വസ്തുക്കളുടെ വാങ്ങൽ എന്നിവയ്ക്കായി പണം ചെലവാകും. സ്വർണം, ഭൂമി എന്നിവയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. എന്നാൽ ഷെയർ മാർക്കറ്റ് പോലുള്ള ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. വലിയ തുകകൾ മറ്റൊരാൾക്ക് കടം കൊടുക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന മാസമായിരിക്കും ഇത്. ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ മാറി ഐക്യം വർദ്ധിക്കും. പങ്കാളിയുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ ലഭിക്കും. കുട്ടികളുടെ പഠനകാര്യത്തിലോ കരിയറിലോ ഉള്ള നേട്ടങ്ങൾ കുടുംബത്തിൽ സന്തോഷം കൊണ്ടുവരും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ മാസമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അനുയോജ്യമായ സമയമാണ്. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹാലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ബന്ധുക്കളുമായുള്ള ബന്ധം പുതുക്കാൻ ഈ ഏപ്രിൽ മാസം സഹായിക്കും. വിഷു ആഘോഷങ്ങൾ കുടുംബാംഗങ്ങളെ ഒന്നിപ്പിക്കാൻ കാരണമാകും. മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. എങ്കിലും വലിയ ആശങ്കകൾക്ക് വകയില്ല. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദരരോഗങ്ങളോ ഉള്ളവർ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കഠിനമായ വെയിലേൽക്കുന്നത് ഒഴിവാക്കുന്നത് ചർമ്മരോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കും. എല്ലുകൾക്കും പല്ലുകൾക്കും ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. സൂര്യന്റെ സ്വാധീനം നിങ്ങളിൽ വലിയ ആത്മവിശ്വാസം നിറയ്ക്കും. എങ്കിലും ഇടയ്ക്കിടെ അനാവശ്യമായ ദേഷ്യം പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ധ്യാനവും പ്രാണായാമവും ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും.
നെഗറ്റീവ് ചിന്താഗതിയുള്ളവരിൽ നിന്ന് അകലം പാലിക്കുക. 2026 വിഷു ഉത്രാടം നക്ഷത്രക്കാർക്ക് ഐശ്വര്യദായകമാണ്. വിഷുക്കണി കാണുന്നത് മുതൽ മനസ്സിനൊരു പ്രത്യേക ഉന്മേഷം അനുഭവപ്പെടും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന സൂചനയാണ് വിഷുബലം നൽകുന്നത്. കൃഷികാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഈ വർഷം വിളവെടുപ്പ് മികച്ചതായിരിക്കും. ഐശ്വര്യത്തിന്റെ പ്രതീകമായ വിഷു കൈനീട്ടം ഈ വർഷം കൂടുതൽ ഭാഗ്യം കൊണ്ടുവരും. വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഭാഗ്യത്തിന്റെ തുടക്കമായി ഈ ഏപ്രിൽ മാസത്തെ കണക്കാക്കാം. ചില കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് ഗുണകരമാകും. പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ ആർക്കും നൽകാതിരിക്കുക, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലും. ദൂരയാത്രകൾ നടത്തുമ്പോൾ വാഹനങ്ങളുടെ കണ്ടീഷൻ പരിശോധിക്കണം. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുക. സംസാരത്തിൽ മിതത്വം പാലിക്കുക. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം ഉറ്റ സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ ഉള്ള ബന്ധം വഷളാക്കാൻ കാരണമായേക്കാം. പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോൾ 2 തവണ വായിച്ചു നോക്കി ബോധ്യപ്പെടുക. നിയമപരമായ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കഴിയും. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ആഗ്രഹിച്ച കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ മാസം ലോൺ അനുമതി ലഭിക്കാനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനോ സാധിക്കും. വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഈ മാസം ഗുണകരമാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. തീർത്ഥാടന യാത്രകൾ നടത്താൻ പ്ലാൻ ചെയ്യും. പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് മനസ്സിന് സമാധാനം നൽകും. അനുകൂലമായ തൊഴിൽ മേഖലകൾ നോക്കുമ്പോൾ ഭരണം, രാഷ്ട്രീയം, നിയമം, ആത്മീയത, വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കുന്നു. സൂര്യന്റെ ആധിപത്യം ഉള്ളതുകൊണ്ട് ഇവർക്ക് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനോ നേതൃസ്ഥാനത്തിരിക്കാനോ ആണ് താല്പര്യം. കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണിവർ. പങ്കാളിയോട് അമിതമായ സ്നേഹവും ഉത്തരവാദിത്വവും കാണിക്കും. എങ്കിലും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ആരെങ്കിലും കൈകടത്തുന്നത് ഇവർക്കിഷ്ടമല്ല. മക്കളെ അച്ചടക്കത്തോടെ വളർത്താൻ ഇവർ പ്രത്യേക ശ്രദ്ധ നൽകും. ഉത്രാടം നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനായതിനാൽ ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് ആദിത്യ ഹൃദയം ജപിക്കുന്നത് ഉത്തമമാണ്. സൂര്യനെ നോക്കി പ്രണാമം ചെയ്യുന്നത് ഊർജം വർദ്ധിപ്പിക്കും. ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ധാരയോ പിൻവിളക്കോ വഴിപാടായി നടത്തുക. മാസത്തിൽ ഒരിക്കൽ നവഗ്രഹ ക്ഷേത്രത്തിൽ സൂര്യൻ അർച്ചന നടത്തുന്നത് ഗുണകരമാണ്. സാധുക്കൾക്ക് അന്നദാനം നടത്തുകയോ ഗോതമ്പ് ദാനം ചെയ്യുകയോ ചെയ്യുന്നത് സൂര്യപ്രീതിക്ക് ഉത്തമമാണ്. ചുവപ്പ്, ഓറഞ്ച് നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും. ഉത്രാടം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം മൊത്തത്തിൽ പുരോഗമനപരമായ ഒന്നായിരിക്കും. സൂര്യന്റെ ശക്തമായ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരും. വിഷുബലം അനുകൂലമായതിനാൽ പുതിയ സംരംഭങ്ങൾക്കും വലിയ തീരുമാനങ്ങൾക്കും ഈ സമയം അനുയോജ്യമാണ്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ദേഷ്യവും നിയന്ത്രിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ സമ്മാനിക്കും. കുടുംബത്തിലെ സന്തോഷവും സാമ്പത്തികമായ ഭദ്രതയും ഈ മാസത്തിന്റെ പ്രത്യേകതകളായിരിക്കും.